ഗുഡ് ആഫ്റ്റർനൂൺ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളെ ആഴത്തിൽ പരിശോധിക്കുകയാണ് വാർത്താമഴ. നമ്മൾ നേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകുന്നു. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 2 നാൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ നടപടിക്കൊരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കവും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ബൻസ്വാഡ ജില്ലാ ഭരണകൂടത്തിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഷയം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാനാണ് CPIMന്റെ നീക്കം. നരേന്ദ്രമോദി വിഷലിപ്തമായ വർഗീയ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. വിവാദ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും രംഗത്തു വന്നു. മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുകയും പ്രത്യേക വിഭാഗത്തിൻ്റെ വികാരം കുത്തിയിളക്കത്തക്ക രീതിയിൽ വർഗീയ പ്രചരണം നടത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നടത്തിയത് പ്രധാനമന്ത്രിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ നിഷ്പക്ഷത ജനസമക്ഷം രാജ്യത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണിത്. The Prime Minister is a citizen of India. The Prime Minister is not above the citizens of India. The Prime Minister is not above the law of India. The Prime Minister has to accept the laws of India. And when the Prime Minister violates laws of India, which are against spreading enmity between communities, against spreading hatred against a community, he should be taken to task by the law. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം അത് വിദ്വേഷം വളർത്തുന്നതാണെന്ന പരാതി അത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നു. മറ്റു പ്രതിപക്ഷ സംഘടനകൾ അത് ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ആ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. പരാതി നൽകുന്നു, പോലീസ് സ്വീകരിക്കാത്ത വിഷയങ്ങൾ വരുന്നു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നു. ദൃശ്യങ്ങളും അതിന്റെ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതേസമയം തന്നെ പ്രധാനമന്ത്രി ആ പരാമർശത്തിൽ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പുതിയ വിഷയം അത് വലിയ വിവാദമാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുമുണ്ട്. എന്താണ് നിലവിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടുന്നു? ഒപ്പം ഇരു വിഭാഗങ്ങളും എങ്ങനെയാണ് ഇതിൽ പ്രതികരിക്കുന്നത്? പ്രജിൻ, ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ പരാതി നൽകിയിരുന്നു. മറ്റ് പാർട്ടികൾ പലരും ഇമെയിൽ മുഖേന പരാതി അയച്ചിട്ടുണ്ട്. ഏതാണ്ട് 10,000-ലേറെ പരാതി രാജ്യവ്യാപകമായി ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയതായാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ്, ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങൾ ഒപ്പം തന്നെ ഉള്ളടക്കം എന്നിവ ഹാജരാക്കാൻ ബൻസ്വാഡ ജില്ലാ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർ ഈ നേതാക്കളും നടത്തുന്ന പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാറുണ്ട്, ഒപ്പം തന്നെ ഉള്ളടക്കം ശേഖരിക്കാറുണ്ട്. അത്തരത്തിൽ ശേഖരിച്ച ദൃശ്യങ്ങളും ഉള്ളടക്കവും ഹാജരാക്കാനാണ് ഇന്ന് വൈകിട്ട് മുമ്പായി ഹാജരാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഇത് പരിശോധിച്ച ശേഷമായിരിക്കും പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് തീരുമാനിക്കുക. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം എടുക്കുക. പരാതി ലഭിച്ചാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതേസമയം ഈ പരാതികൾ നൽകുന്നത് തുടരാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. മറ്റ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും രാജ്യവ്യാപകമായി തന്നെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിനെതിരെ പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഇന്ന് വിദ്വേഷ പ്രസംഗത്തിനെതിരായ നേരത്തെ തന്നെ നൽകിയ ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ ഉൾപ്പെടുന്ന ഹർജികളാണ് പരിഗണിക്കുന്നത്. ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗവും ഒപ്പം തന്നെ ഇതിനെതിരായി നൽകിയ പരാതി ഡൽഹി പോലീസ് സ്വീകരിക്കാതിരുന്നതും ഉന്നയിക്കാനാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. CPIMന്റെ അഭിഭാഷകനോട് ഇക്കാര്യം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
അതേസമയം തൻ്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രധാനമന്ത്രി. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെ വ്യാഖ്യാനിച്ചുകൊണ്ട് താൻ രാജസ്ഥാനിൽ നടത്തിയ വാക്കുകളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നും ജനങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുത്ത് സ്വന്തം താല്പര്യക്കാർക്ക് ഇഷ്ടമുള്ളവർക്ക് വിതരണം ചെയ്യാനാണ് കോൺഗ്രസിൻ്റെ പദ്ധതി എന്ന് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി. അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതേസമയം ഇതിനെതിരായ പ്രതിഷേധം രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ശരി, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം ദിവസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുകയാണ്. പുതിയ വിഷയം വരുന്നത്, പുതിയ വിവാദം അത് പുകയുകയും ചെയ്യുന്നത്. പക്ഷേ ഇരുകൂട്ടരും അവരുടെ പരാമർശത്തിൽ അല്ലെങ്കിൽ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് നിർണായകവുമാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേരളത്തിലേക്ക് തിരികെ വരാം. വയനാട് MP രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് PV അൻവർ MLA. രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളയാളാണോ എന്ന് സംശയമുണ്ടെന്നും DNA പരിശോധിക്കണമെന്നുമായിരുന്നു അധിക്ഷേപ പരാമർശം. LDF എടത്തനാട്ടുകര ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ആ വിവാദ പരാമർശം. കാരണം നെഹ്റു കുടുംബത്തിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശം നടത്തിയിട്ടുണ്ട്. മതേതരത്വത്തോടൊപ്പം എല്ലാ ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം. ഇന്നും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ മന്ത്രിമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും അന്യായമായി കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭം നടത്തുന്നു. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ചാൽ അത് അളക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട്. അല്ല, രാഹുൽ ഗാന്ധി എന്നല്ല, അദ്ദേഹത്തെ നെഹ്റു കുടുംബത്തോട് പോലും കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു അർഹതയും അയാൾക്കില്ല എന്ന് അയാൾ തന്നെ തെളിയിച്ചിരിക്കുന്നു. PV അൻവറിന്റെ അധിക്ഷേപ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി. നെഹ്റു കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും നികൃഷ്ടമായ ഭാഷയിൽ അപമാനിച്ച അൻവറിനെതിരെ കേസെടുക്കണമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ ആവശ്യപ്പെട്ടു. PV അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തി. അൻവർ മാത്രമല്ല, ഇടതുപക്ഷം ഇത്രയും വൾഗറായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആദ്യമായിട്ട് ഞാൻ ഇത് കമ്മ്യൂണിസത്തിൻ്റെ അവസാനത്തെ പോക്കാണ്. കാരണം ഇവിടെ രാഹുൽ ഗാന്ധി വൈറൽ ഫീവറും ഫുഡ് പോയ്സണും അതിനെ തുടർന്ന ഫീവറും കാരണമാണ് ഇവിടെ പരിപാടി ക്യാൻസൽ ചെയ്തത്. അത് പച്ചക്കൊടി വെച്ച് കെട്ടാനുള്ള മടി കൊണ്ട് ക്യാൻസൽ ചെയ്തു എന്ന് വരെ ഒരു മന്ത്രി പറയുകയാണ്, മുഖ്യമന്ത്രി പറയുകയാണ്. ഇത്ര അധപ്പതിക്കാൻ പാടുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലൊരു സീറ്റ് കിട്ടാൻ വേണ്ടി? അൻവറിനെ ആദ്യം തൊട്ട് തന്നെ കയറൂരി വിട്ടിട്ടുള്ളത് പിണറായി വിജയനാണ്. അതുകൊണ്ട് അൻവറിനല്ല മറുപടി കൊടുക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ കയറൂരി വിടുന്ന പിണറായി വിജയനാണ് ഇതിനൊക്കെ ഉത്തരവാദി. ഇത്രയും സംസ്കാരം കെട്ട ഒരു മുഖ്യമന്ത്രിയായി പിണറായി അധപ്പതിക്കാൻ പാടില്ല. തേക്കിനും തെമ്മാടിക്കും എവിടെയും കിടക്കാവുന്നൊരു ചൊല്ലുണ്ട്. അതിനപ്പുറം അതിനെക്കുറിച്ച് മറുപടി പറയാൻ ഞാനില്ല. കാര്യം തേക്ക് എവിടെയും കിടന്നാൽ വെട്ടിക്കഴിഞ്ഞാൽ അകത്ത് പോവും. തെമ്മാടിയെ ആരും ചോദ്യം ചെയ്താൽ അവൻ്റെ മാനം പോവും. അതുകൊണ്ട് PV അൻവറെ പോലുള്ള ആളുകളെക്കുറിച്ച് അവർ പാസ്സാക്കുന്ന കമൻറ്റുകളെക്കുറിച്ചൊന്നും നിങ്ങൾ ആരോടും ചോദ്യം ചോദിക്കരുത്. ശ്രീപെരുമ്പത്തൂരിന്റെ മണ്ണിൽ പെടഞ്ഞു മരിച്ച് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന നേതാവ്, ലോകം മുഴുവൻ ആരാധിക്കുന്ന നേതാവിനെയാണ് ഒരു മാർക്സിസ്റ്റ് MLA അധിക്ഷേപിച്ചിരിക്കുന്നത്. പിണറായി വിജയനാണ് ഇതിന് സമാധാനം പറയേണ്ടത്. അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചത്. രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാൻ തന്റെ അണികൾക്ക് ലൈസൻസ് കൊടുത്തത്, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്തും പറഞ്ഞോളൂ എന്നുള്ള ലൈസൻസ് കൊടുത്തത് പിണറായി വിജയനാണ്. ഇതെങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായത് ഇത്തരം ആളുകൾ എന്നുള്ളതാണ് എന്റെ സംശയം. അതേസമയം PV അൻവറിനെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. ആ പ്രതികരണം കൂടി കാണാം. പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് നല്ലോണം കണക്കാക്കിക്കൊള്ളണം. അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കത്തക്ക ഒരു വ്യക്തിത്വമൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ. ഈ കേരളത്തിൽ വന്നിട്ട് BJPയെ സഹായിക്കുന്ന കേരള അന്തരീക്ഷത്തിൽ BJPയുടെ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെപ്പോലൊരാളിൽ നിന്ന് ഉണ്ടാവുക എന്നത് തീർത്തും അപക്വമായൊരു കാര്യമാണ്. പാലക്കാട് നിഖിൽ പരമേശ്വർ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പല പ്രചാരണ വിഷയങ്ങളും കണ്ടു. ഏറ്റവും ഒടുവിൽ വാക്പോര് രൂക്ഷമാവുന്നത് കൊണ്ട്. പക്ഷേ അതിനിടെയാണ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ PV അൻവറിന്റെ ഈ അധിക്ഷേപ പരാമർശം ഇപ്പോൾ വലിയ വിവാദമാകുന്നത്. അത് കേവലം ഒരു ഓളത്തിൽ പ്രസംഗത്തിന്റെ ഭാഗമായി പറഞ്ഞ കാര്യമല്ല. ഇപ്പോൾ
രണ്ടാം നടത്തിയ പ്രതികരണത്തിലും തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന പി വി അൻവർ പറയുകയാണ്. അപ്പോൾ അത് കാര്യമായി എടുക്കുന്നു, ഗൗരവമായി എടുക്കുന്നു. കോൺഗ്രസ് മറുഭാഗത്ത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്, അത് CPM-നെതിരെയും LDF-നെതിരെയും. പക്ഷേ മുഖ്യമന്ത്രി പി വി അൻവറിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഇലക്ഷന് 2 ദിവസം മുൻപ് പോലും ഇത്തരം രൂക്ഷമായ വാക്പോരുകൾ നടക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നതൊന്നും പാർട്ടികൾ നോക്കുന്നില്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം പ്രത്യേകിച്ചും പാലക്കാട് മണ്ഡലത്തിൽ ചർച്ചയാകുന്നത്? പ്രജിൻ, ഇത് ഉറപ്പായിട്ടും ഇടതുമുന്നണി ഇത് വലിയ കാര്യമായി എടുക്കുന്നില്ല, ഗൗരവത്തിൽ അവർ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല, അല്പസമയം മുൻപ് നമ്മൾ വിജയരാഘവനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് പി വി അൻവർ മണ്ണാർക്കാട് എത്തിയത്. അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറുകയാണ്. ഇത്രയും സമയമായിട്ടും ആ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, മാധ്യമങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് അതിൽ പ്രതികരണം ആരാഞ്ഞാൽ മാധ്യമങ്ങളെ ഞാൻ വിശ്വാസത്തിലെടുക്കുന്നില്ല, അതുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല എന്നാണ് വിജയരാഘവൻ പറയുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള ആരിഫ് മാത്രമാണ് ഈ വിഷയത്തിൽ ഈ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു മയപ്പെടുത്തിയുള്ള പ്രതികരണമെങ്കിലും നടത്തിയിട്ടുള്ളത്. മറ്റെല്ലാവരും അൻവറിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇത് പ്രവർത്തകർക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ ഈ LDF-ന് ക്ഷീണം ചെയ്യിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതൊരു ആയുധമാക്കാൻ തന്നെ UDF കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് കേവലം മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പി വി അൻവറിൻ്റെ ഈ അധിക്ഷേപ പരാമർശം, അതൊരു ദേശീയ നേതാവിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു പരാമർശമാണ്. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ പിൻകാലത്തൊന്നും തന്നെ മുഖ്യമന്ത്രിയോ പിണറായി വിജയനെയോ CPM-നെയോ പോലും അങ്ങനെ നേരിട്ട് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. ആ തരത്തിലുള്ള വളരെ പക്വതയാർന്നുള്ള പ്രതികരണങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്താറ്. എന്നാൽ കഴിഞ്ഞ തവണ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കണ്ണൂരിലും പാലക്കാടും കോട്ടയത്തും ഒക്കെ എത്തിയപ്പോഴാണ് ഈ CPM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മറ്റ് മുഖ്യമന്ത്രിമാരെ തേടി അന്വേഷണ ഏജൻസികൾ എത്തുമ്പോഴും എന്തുകൊണ്ട് പിണറായി വിജയനെ തേടി എത്തുന്നില്ല, അത് BJP-യുമായിട്ടുള്ള ഒരു അലയൻസിന്റെ ഭാഗമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചത്. അതാണ് ഇപ്പോൾ പി വി അൻവറിനെ ചൊടിപ്പിച്ചത്. എന്തായാലും അദ്ദേഹം ആ പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പക്ഷേ ഇത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. UDF വരുന്ന ഈ മണിക്കൂറുകളിൽ അത് വലിയ ചർച്ചയാക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. UDF ഇതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. MM ഹസൻ പരാതി നൽകി, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. രൂക്ഷ പ്രതികരണങ്ങളാണ് K മുരളീധരനും KC വേണുഗോപാലും ഒക്കെ ഈ വിഷയത്തിൽ, രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ പി വി അൻവറിനെതിരെ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. പ്രജിൻ, പക്ഷെ അത് വലിയ ഗൗരവത്തിൽ എടുക്കുന്നില്ല. CPM എന്നതുകൂടി ശ്രദ്ധേയമാണ്. കോൺഗ്രസ് മറുഭാഗത്ത് അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ മണിക്കൂറിൽ പുറത്തുവരുന്നു. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറെന്ന് CBI നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ജസ്നയുടെ പിതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് തിരുവനന്തപുരം CJM കോടതിയെ CBI അറിയിച്ചു. അടുത്ത മാസം 3-ന് ഹർജി വീണ്ടും പരിഗണിക്കും. ഷഫീദ് റാവുത്ത് നൽകും തിരുവനന്തപുരത്തും കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, നേരത്തെ ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിൽ ഇന്ന് വിധി പറയാൻ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ CBI നിലപാട് മാറ്റിയിരിക്കുന്നത്. എന്താണ് സാഹചര്യങ്ങൾ? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതാണ്, അതിൽ സംശയങ്ങളില്ല എന്ന് CBI നേരത്തെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പറയുന്നു പിതാവ് പറഞ്ഞ കാര്യങ്ങൾ കൂടി അന്വേഷിക്കാം. എന്താണ് ഇങ്ങനെ നിലപാട് മാറ്റി പറയാൻ ഇടയാക്കിയ സാഹചര്യം? പ്രജിൻ, ജസ്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് CBI ഏതാണ്ട് കേസ് അവസാനിപ്പിക്കുന്നതിന്റെ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണ് കോടതിയെ സമീപിക്കുന്നത് ജസ്നയുടെ പിതാവ് ഒരു ഹർജിയുമായി. ആ ഹർജിയിൽ CBIക്കെതിരെ ചില വിമർശനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് CBI അന്വേഷണം കാര്യക്ഷമമായിട്ടല്ല നടന്നത്, CBI പല കാര്യങ്ങളിലും അന്വേഷണം നടത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഹർജിയിൽ വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജസ്നയുടെ അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് അന്വേഷിച്ചില്ല. മാത്രവുമല്ല, ജസ്ന സ്ഥിരമായി പോകാറുള്ള ഒരു ആരാധനാലയ കേന്ദ്രം ഉണ്ടായിരുന്നു, അവിടെ അടക്കമുള്ള ആ പരിസരത്തടക്കം അന്വേഷണം നടത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ജസ്നയുടെ പിതാവ് കോടതിയിൽ ഹർജിയായി പറഞ്ഞത്. എന്നാൽ അതിന് കഴിഞ്ഞ തവണയും ഹർജി പരിഗണിച്ചപ്പോൾ CBI നൽകിയ മറുപടി, ഈ വീട്ടിൽ നിന്ന് തെളിവുകൾ കണ്ടെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ CBI ചോദ്യം ചെയ്തില്ലെന്നുള്ള ഹർജിക്കാരന്റെ വാദം തെറ്റാണ്. മാത്രവുമല്ല, രക്തം പുരണ്ട വസ്ത്രം കേരള പോലീസിന് ലഭിച്ചില്ലെന്നും ജസ്ന ഗർഭിണിയല്ലായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് CBI ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ജസ്നയുടെ പിതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം, രേഖകളും തെളിവുകളും കോടതിയിൽ സീൽഡ് കവറിൽ നൽകണം. അടുത്ത മാസം 3-ന് ഹർജി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. പ്രജിൻ, ശരി, സുപ്രധാനമായ വാർത്തയാണ്. ജസ്ന തിരോധാന കേസിലെ വിവരങ്ങൾ അല്ലെങ്കിൽ പിതാവ് പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് CBI ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടെന്ന് നായർ സർവീസ് സൊസൈറ്റിയും ഓർത്തഡോക്സ് സഭയും. സ്ഥാനാർത്ഥികളെ നോക്കി സമുദായാംഗങ്ങൾ വോട്ട് ചെയ്യാമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വ്യക്തമാക്കി. NSS ഒരു നിർദ്ദേശവും സമുദായ അംഗങ്ങൾക്ക് നൽകുന്നില്ലെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. NSSന്റെ സമദൂര നിലപാടിനെ ആരോഗ്യകരമായ സമീപനമായാണ് കാണുന്നതെന്നാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം.
അല്ല, അവരെല്ലാ കാലത്തും സമദൂര നിലപാട് തന്നെയാണല്ലോ സ്വീകരിക്കല്. ആ സമദൂര നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. നല്ല ആരോഗ്യകരമായ സമീപനത്തിൽ തന്നെയാണ് NSS നിൽക്കുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭയ്ക്കും സമദൂര നിലപാടെന്ന് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ വ്യക്തമാക്കി. രാഷ്ട്രീയ മുതലെടുപ്പിന് വരുന്നവരെ തിരിച്ചറിയാനുള്ള ശേഷി വിശ്വാസികൾക്കുണ്ട്. സഭാ തർക്കത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഇനിയും സഹകരിക്കുമെന്നും ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ 24-നോട് പറഞ്ഞു. നമുക്ക് യാതൊരു പാർട്ടിയോടും പ്രത്യേക വിരോധവും ഇല്ല, യാതൊരു പാർട്ടിയോടും പ്രത്യേക ആഭിമുഖ്യവുമില്ല. അങ്ങനെയൊരു സമദൂര സിദ്ധാന്തമാണ് നമുക്കുള്ളത്. ഇതുവരെയുള്ള ചർച്ചകളുടെ തുടർ ചർച്ചകളും ഉണ്ടാകുമായിരിക്കാം. അത് ഗവൺമെന്റിന്റെ കാര്യമാണ്. ഗവൺമെന്റ് അത് എങ്ങനെ പ്രോസസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അതിൽ നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചാൽ നമ്മൾ പോകാൻ തയ്യാറാണ്. വിശ്വാസികൾക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്, അവരത് ചെയ്തോളൂ. നമ്മളെ പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യം. നീതിയും സത്യവും നടപ്പാക്കണം, ഇത് മാത്രമേ സഭയ്ക്കുള്ളൂ. ഗോത്രങ്ങൾ തമ്മിലുള്ളതായ ഫൈറ്റുകളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഗോത്രങ്ങൾ തമ്മിലുള്ളതായ ഫൈറ്റിനിടയ്ക്ക് മതപരമായിരിക്കുന്ന സമീപനം ഭരിക്കുന്ന പാർട്ടിയോ പ്രതിപക്ഷമോ ആരും അതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. എസ് വിജയകുമാർ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. വിജയകുമാർ, തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ക്രൈസ്തവ സഭകളും സമുദായ സംഘടനകളും ഒക്കെ രംഗത്ത് വരുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായത് NSSന്റെ നിലപാടാണ്. കർശന സമദൂര നിലപാട് സ്വീകരിക്കും, അംഗങ്ങളോട് പറയില്ല ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ ജി സുകുമാരൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം എന്തായിരിക്കും ഇലക്ഷനിൽ? ഒപ്പം തന്നെ ഓർത്തഡോക്സ് സഭ നേരത്തെ വ്യക്തമാക്കിയതാണ് എന്താണ്, ഏത് രീതിയിലാണ് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ് കൂടുതലായി? പ്രജിൻ, സംസ്ഥാന വ്യാപകമായി ചർച്ചയാകാവുന്ന 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാടുകളാണ് NSSും ഓർത്തഡോക്സ് സഭയും ഇന്ന് 24-മായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. NSS നേതൃത്വത്തെയാണ് നമ്മൾ ആദ്യം കണ്ടത്. പെരുന്നയിലെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനത്തെത്തിയപ്പോഴാണ് ജി സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറിയുമായി വളരെ വിശദമായി സംസാരിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കിയത്, തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്ന് സമുദായ ഘടകങ്ങളോട്, താഴെത്തട്ടിലുള്ള കരയോഗങ്ങൾ, അതുപോലെ തന്നെ താലൂക്ക് യൂണിയനുകളോടൊന്നും NSS നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല. സ്ഥാനാർത്ഥികളെ നോക്കി അവരവർക്ക് ഉചിതമായ രാഷ്ട്രീയ തീരുമാനം തെരഞ്ഞെടുപ്പിൽ എടുക്കാം. നാടിന്റെ നന്മയെ കരുതി വോട്ട് ചെയ്യണമെന്ന് മാത്രമാണ് പൊതുവായി അഭ്യർത്ഥിക്കാനുള്ളത് എന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. കർശന സമദൂരം എന്നാണ് അദ്ദേഹം, സാധാരണ സമദൂരം എന്നതിനപ്പുറത്തേക്ക് കർശന സമദൂരം എന്നൊരു വാക്കുകൂടി ഇത്തവണ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒരു നിർദ്ദേശവും ഒരു ഘടകങ്ങൾക്കും നൽകിയിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും NSS ആസ്ഥാനത്ത് എത്തുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ നല്ല മനസ്സോടെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. എല്ലാവരോടും ഒരേ കാര്യം തന്നെ, അതായത് മനസാക്ഷി അനുസരിച്ച് സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യും, അവരുടെ തീരുമാനം അവരെടുക്കട്ടെ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങൾ ഈ സമുദായത്തിന്റെ ഭാഗമായുണ്ട്. അതുകൊണ്ട് അവർക്ക് മുഴുവൻ പേർക്കും ബാധകമാകുന്ന ഒരു പൊതു നിർദ്ദേശം എന്ന മട്ടിൽ എന്തെങ്കിലും ഒരു തീരുമാനം പെരുന്നയിൽ നിന്ന് താഴെത്തട്ടിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ കൊടുക്കുന്ന ഒരു സമ്പ്രദായവുമില്ല. അതുകൊണ്ട് സമദൂരം എന്നത് കർശനമായി പാലിക്കും. അത് സമുദായ അംഗങ്ങൾ ഉചിതമായ തീരുമാനം അക്കാര്യത്തിൽ കൈക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത്. അതേപോലെ ഓർത്തഡോക്സ് സഭാ നേതൃത്വവും ഏതാണ്ട് അതിന് സമാനമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ഒരു കാര്യം ഓർത്തഡോക്സ് സഭ അറിയിക്കുന്നുണ്ട്, വിശ്വാസികൾക്കറിയാം, സഭാംഗങ്ങൾക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. ഇപ്പോഴത്തെ സാമൂഹ്യ പശ്ചാത്തലമൊക്കെ നോക്കി ഉചിതമായ തീരുമാനം വിശ്വാസികൾ എടുക്കും. ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ സുപ്രീം കോടതി വിധി, സഭയുടെ പള്ളികളിൽ ആരാധന നടത്തുന്നതിന് അനുമതി നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി പാലിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുണ്ട്, അതിൽ അതൃപ്തിയുണ്ട്, അതൃപ്തി തുറന്നു പറയുന്നുണ്ട്. അക്കാര്യത്തിൽ ചർച്ച നടത്തുന്നുണ്ട് സർക്കാർ. ആ ചർച്ചയിൽ ഇനിയും സഹകരിക്കും. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നത് വിശ്വാസികൾക്കറിയാം, അവർ ഉചിതമായ തീരുമാനമെടുക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു കാര്യം കൂടി ഉള്ളത്, മണിപ്പൂർ വിഷയത്തിൽ അതൊരു ഗോത്ര കലാപമാണ് എന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. അതിൽ മതപരമായ ഇടപെടലുകൾ നടത്തേണ്ടതില്ല. അതിൽ ആ പ്രശ്നം പരിഹരിക്കാനാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇടപെടേണ്ടത്, അല്ലാതെ അത് സങ്കീർണമാക്കാനല്ല എന്നുകൂടി ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ 24-മായി സംസാരിച്ച ഘട്ടത്തിൽ വ്യക്തമാക്കിയുണ്ടായി. പ്രജിൻ, 2 നിലപാടും കേരളമാകെ ചർച്ച ചെയ്യുന്നതാണ്. തുടർ പ്രതികരണങ്ങൾക്കും സാധ്യതയുള്ളതാണ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ സ്വാധീന ശക്തികളാവുന്ന 2 വിഭാഗങ്ങളുടെ പ്രതികരണമാണ്, രാഷ്ട്രീയ നിലപാടുകളാണ് ഇന്ന് പുറത്തുവന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കർശന സമദൂര നിലപാടെന്ന ഒരു നയത്തിലേക്കാണ് NSS എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.